നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായി തിരുവനന്തപുരം ജില്ല. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 227 സ്വർണവും 180 വെള്ളിയും 164 വെങ്കലവും നേടി 1935 പോയിന്റുമായി തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. 848 പോയിന്റോടെ തൃശൂർ രണ്ടാം സ്ഥാനവും 824 പോയിന്റോടെ മലപ്പുറം മൂന്നാം സ്ഥാനവും നേടി. മാലിന്യം തള്ളരുതെന്ന മുന്നറിയിപ്പ് ബോർഡിനു മുന്നിൽ കുന്നുകൂടി മാലിന്യം. ഇരട്ടക്കലിങ്ക് പൊറ്റയിൽ റോഡരികിൽ സാമൂഹിക വിരുദ്ധർ മാലിന്യം തള്ളുന്നത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. മലയിൻകീഴ് വിളവൂർക്കൽ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമാണിത്. വലിയ ചാക്കുകളിൽ നിറച്ച ഭക്ഷണ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ, തുണികൾ എന്നിവയാണ് ഇവിടെ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ദുർഗന്ധവും ഈച്ച കൊതുക് ശല്യവും ഈ പ്രദേശത്ത് രൂക്ഷമാണ്. കൂടാതെ മാലിന്യങ്ങൾ സമീപത്തെ തോട്ടിലേക്ക് വലിച്ചെറിയുന്നുമുണ്ട്. ഈ പ്രദേശത്ത് തെരുവ് വിളക്കില്ലാത്തതും പോലീസ് പരിശോധന കാര്യക്ഷമമല്ലാത്തതും സാമൂഹിക വിരുദ്ധർക്ക് സഹായകമാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ വൻ തീപിടുത്തം. നന്ദൻകോട് റോഡിൽ അപ്പാർട്ട്മെന്റുകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന 2 വ്യാപാര സ്ഥാപനങ്ങളിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. ഫർണിച്ചർ നിർമ്മാണ വസ്തുക്കൾ വിൽക്കുന്ന അനിഴം ട്രേഡേഴ്സ് പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നിരക്ഷാ സേനയുടെ 5 യൂണിറ്റുകളെത്തി മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. 2 സ്ഥാപനങ്ങളിലുമായി കോടികളുടെ നാശനഷ്ടം സംഭവിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം. ഉലകനായകൻ എന്ന പേരിനി വേണ്ട എന്ന് നടൻ. ഉലകനായകൻ എന്ന വിശേഷണം നടനും മക്കൾ നീതി മയ്യം അധ്യക്ഷനുമായ കമൽഹാസൻ ഉപേക്ഷിച്ചു. കലാകാരൻ കലയേക്കാൾ വാഴ്ത്തപ്പെടരുതെന്നുള്ള വിശ്വാസമാണ് കാരണമെന്നും കമൽഹാസൻ എന്നോ KH എന്നോ വിളിക്കണമെന്നും താരം സാമൂഹ്യ മാധ്യമത്തിലൂടെ അഭ്യർത്ഥിച്ചു. സിനിമ എന്ന മനോഹര കലയ്ക്ക് മുന്നിൽ വലിപ്പച്ചെറുപ്പങ്ങൾ ഉണ്ടാകരുതെന്ന ആഗ്രഹമാണ് കാരണമെന്നും കമൽ വ്യക്തമാക്കി. സ്ത്രീകൾക്ക് അനുകൂലമായ സീറ്റ് സംവരണം നൽകിക്കൊണ്ട് KSRTC ബസ്സിൽ 25% സീറ്റുകളാണ് സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നവ. കേരളത്തിൽ മോട്ടോർ വാഹന നിയമത്തിന്റെ 269 ചട്ടപ്രകാരമാണിത്. ബസ് സർവീസ് തുടങ്ങുമ്പോൾ സ്ത്രീകളുണ്ടെങ്കിൽ സംവരണ സീറ്റുകൾ അവർക്ക് മാത്രമേ നൽകാൻ പാടുള്ളൂ. കൂടാതെ സ്ത്രീകളില്ലെങ്കിൽ ആ സീറ്റിൽ പുരുഷന്മാർക്കിരിക്കാം. 2ൽ കൂടുതൽ പേർക്ക് ഇരിക്കാവുന്ന സംവരണ സീറ്റിൽ ഒരു സ്ത്രീ മാത്രമാണ് ഇരിക്കുന്നതെങ്കിലും സമീപത്ത് പുരുഷന്മാർക്ക് ഇരിക്കാനുള്ള അനുമതി നൽകാൻ കണ്ടക്ടർക്ക് കഴിയില്ല. സീറ്റിൽ ഇരിക്കുന്ന സ്ത്രീയുടെ അനുമതിയോടെ മാത്രമേ പുരുഷന് ഇരിക്കാൻ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ. റിസർവ് ബാങ്കിന്റെ ചരിത്രം ഇനി വെബ് സീരീസിലൂടെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90 വർഷത്തെ ചരിത്രം വെബ് സീരീസ് ആകുന്നു. സീരീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് RBIയും സ്റ്റാർ ഇന്ത്യയും 6.5 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടു. 30 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 5 എപ്പിസോഡുകളായിട്ടാവും സംപ്രേഷണം ചെയ്യുന്നത്. 1935 പ്രവർത്തനം ആരംഭിച്ച RBI 2025 ഏപ്രിലിൽ 90 വർഷം പൂർത്തിയാക്കും. 3.5 ലക്ഷം കുഞ്ഞുങ്ങളുടെ വിശപ്പകറ്റി ആലീസ്. തന്റെ മുലപ്പാൽ പകർന്നു നൽകി 3.5 ലക്ഷം കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ച 36-കാരി ആലീസ് ഒഗിൾട്രി മുലപ്പാൽ ദാനത്തിൽ തന്റെ തന്നെ ഗിന്നസ് ലോക റെക്കോർഡ് തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. 2645.58 ലിറ്റർ മുലപ്പാലാണ് അമേരിക്കയിലെ ടെക്സസ് സ്വദേശിനിയായ ആലീസ് ദാനം ചെയ്തത്. 2014 1569.76 ലിറ്റർ എന്ന തന്റെ തന്നെ റെക്കോർഡാണ് ആലീസ് ഇത്തവണ തിരുത്തിയത്. 2010 ആദ്യ കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ ആലീസ് സാധാരണയിലും കൂടുതൽ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. 4 മക്കളാണ് ആലീസിനുള്ളത്. സീപ്ലെയിൻ പദ്ധതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച വനം വകുപ്പിന് മറുപടിയുമായി MM മണി. സീപ്ലെയിൻ പദ്ധതി നടത്തിപ്പിൽ ആശങ്ക അറിയിച്ച് വനം വകുപ്പ്. മാട്ടുപ്പെട്ടി ജലാശയത്തിൽ നടന്ന സംയുക്ത പരിശോധനയ്ക്കിടയിലാണ് വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ആശങ്ക അറിയിച്ചത്. എന്നാൽ സീപ്ലെയിൻ പദ്ധതിക്കെതിരെയുള്ള വനം വകുപ്പിന്റെ വാദങ്ങൾ തള്ളി MLA MM മണി രംഗത്തെത്തി. കാട്ടാനയ്ക്ക് വനം വകുപ്പുകാർ വെള്ളം കോരി കൊടുക്കട്ടെ എന്നും സീപ്ലെയിൻ വിനോദസഞ്ചാര വികസനത്തിന് ആവശ്യമാണെന്നും കൂടാതെ വനം വകുപ്പുകാർ അവരുടെ ജോലി നോക്കിയാൽ മതിയെന്നും അദ്ദേഹം വിമർശിച്ചു. ഉപഭോക്താവിന് നീതി. കമ്പനിക്ക് പിഴ വിധിച്ച് കോടതി. വാറന്റി കാലയളവിൽ തന്നെ ഫോൺ തകരാറിലാവുകയും യഥാസമയം അത് പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്ത സ്ഥാപനം സേവനത്തിൽ ന്യൂനതയും അധാർമികമായ വ്യാപാര രീതിയുമാണ് അനുവർത്തിച്ചതെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. 1 വർഷത്തെ അധിക വാറന്റിയോടെ തകരാർ പരിഹരിച്ച് ഫോൺ പരാതിക്കാരന് നൽകാനും കൂടാതെ 10,000 രൂപ നഷ്ടപരിഹാരവും 5,000 രൂപ കോടതി ചെലവും 45 ദിവസത്തിനുള്ളിൽ ഉപഭോക്താവിന് നൽകാൻ കോടതി ഉത്തരവ് നൽകി. എറണാകുളം സ്വദേശിയായ അബ്ദുൾ ഹാഷിം ഇടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന മൈജി മൊബൈൽ എന്ന സ്ഥാപനത്തിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് വന്നത്.
സ്കൂൾ കായികമേള സമാപന ചടങ്ങിനിടെ സംഘർഷം. സംസ്ഥാന സ്കൂൾ കായികമേള സമാപന വേദിയിൽ പ്രതിഷേധം. സ്പോർട്സ് സ്കൂളുകളെ കിരീടത്തിന് പരിഗണിച്ചതിലാണ് പ്രതിഷേധമുണ്ടായത്. നവാമുകുന്ദ, മാർ ബേസിൽ സ്കൂളുകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കൂടാതെ GV രാജ സ്കൂളിന് 2ാം സ്ഥാനം നൽകിയതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ കളിയുണ്ടെന്നും പരാതി ഉയർന്നു. വലിയ രീതിയിലുള്ള സംഘർഷമാണ് സമാപന വേദിയിലുണ്ടായത്. സംഘർഷത്തിനിടയിൽ പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ കയ്യാങ്കളിയാവുകയും ചെയ്തു. സമാപന ചടങ്ങിന്റെ വേദിയിൽ വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയത്. മന്ത്രിയെ തടഞ്ഞുള്ള പ്രതിഷേധവും നടന്നു. 1.5 വർഷം മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ഗ്രൗണ്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടതാ ഞങ്ങൾ ഇത്രയും പേര്. ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടണം, എങ്കിലേ ഞങ്ങൾ ഇവിടുന്ന് പോവൂ. ഇരുന്നതല്ല, വർഷങ്ങളോളം അധ്വാനിച്ച് നേടിയ കപ്പാണ് ചോദിച്ചത്. ഞങ്ങളുടെ ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്ത് നിയമമാണെന്നാണ് വിദ്യാർത്ഥികൾ പ്രതികരിച്ചത്. എല്ലാരും അതിന്റെ ഒരാവശ്യമില്ല. വർഷമായിട്ട് അധ്വാനിച്ചതിന് കപ്പ് മാത്രമേ ചോദിച്ചുള്ളൂ. ഞങ്ങൾ എരത്തോലല്ലേ ചോദിച്ചാൽ വർഷമായിട്ട് അധ്വാനിച്ചിട്ടൊക്കെ കപ്പ് ചോദിച്ചുള്ളൂ. ടീമിന് ഡിസ്ക്വാളിഫൈ എന്തിന്റെ ആവശ്യമുള്ള? ഞങ്ങൾ അധ്വാനിച്ചതിന് കപ്പല്ലേ ചോദിച്ചാൽ ടീമിന് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പിള്ളേർ ഉപദ്രവിക്കുന്നതിന്റെ ആവശ്യമില്ല. ഇതിന്റെ ഒരു നിയമവും ഇല്ല ഇവിടെ. പൈസ ഇല്ലാഞ്ഞിട്ട് പൈസ ഉണ്ടെങ്കിൽ എല്ലായിടത്തും വർക്കൗട്ടിന് പോയി തന്നെ ആയത് ഞങ്ങൾ ഇങ്ങനെ. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയും ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? കോച്ചിനൊക്കെ തല്ലുന്ന എന്ത് നിയമം? ഞങ്ങളെ തല്ലുന്നു, ടീച്ചറിനെ തല്ലുന്നു. 1.5 വർഷമായിട്ട് മഴയൊന്നും ഇല്ല, വെയിലൊന്നും ഇല്ല, ആ ഗ്രൗണ്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഞങ്ങൾ ഇത്രയും പേര്. ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഞങ്ങൾക്ക് കിട്ടണം, എന്നാലേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങത്തുള്ളൂ. സസ്പെൻഷന് പിന്നാലെ പ്രതികരണവുമായി N പ്രശാന്ത് IAS രംഗത്ത്. സർവീസ് ചട്ടലംഘനത്തിന് പിന്നാലെ സംസ്ഥാനത്തെ 2 IAS ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയുമായി സർക്കാർ. വ്യവസായ വകുപ്പ് ഡയറക്ടർ K ഗോപാലകൃഷ്ണനെയും കൃഷി വകുപ്പ് സെക്രട്ടറി N പ്രശാന്തിനെയും സസ്പെൻഡ് ചെയ്തു. മല്ലു ഹിന്ദു ഗ്രൂപ്പ് വിവാദത്തിലാണ് ഗോപാലകൃഷ്ണന് സസ്പെൻഷൻ. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരായി പരസ്യ അധിക്ഷേപത്തിലാണ് പ്രശാന്തിനെതിരായ നടപടിയെടുത്തത്. ഇതേ തുടർന്ന് N പ്രശാന്ത് രംഗത്തെത്തി. വ്യാജമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് സർക്കാർ നയമല്ലെന്നാണ് വിശ്വാസമെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയതിനെ വിമർശിച്ചാൽ ഇത്തരമൊരു നടപടി ഉണ്ടാകുമെന്നത് പുതിയൊരറിവാണെന്നും പ്രശാന്ത് കൂട്ടിച്ചേർത്തു. പാർലമെന്റിൽ ഞങ്ങൾ ഒരുമിച്ച് ശബ്ദമുയർത്തുമെന്ന് രാഹുൽ ഗാന്ധി. കനത്ത മഴയെ അവഗണിച്ച് തന്നെ കാണാനെത്തിയ തിരുവമ്പാടിയിൽ തടിച്ചുകൂടിയ ജനാവലിയെ നോക്കി പ്രിയങ്ക മലയാളത്തിൽ പറഞ്ഞു, ഞാൻ വേഗം തിരിച്ചുവരും. ആരവങ്ങളോടെയാണ് പ്രവർത്തകർ ആ വാക്കുകൾ ഏറ്റെടുത്തത്. 2 MPമാർക്കുള്ള ഏക പാർലമെന്റ് മണ്ഡലം വയനാടായിരിക്കുമെന്നും തങ്ങൾ ഒരുമിച്ച് വയനാടിന് വേണ്ടി ശബ്ദമുയർത്തുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തിരുവമ്പാടിയിൽ UDFന്റെ കലാശക്കൊട്ടിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഇരുവരും. ക്ഷേത്രോപദേശ സമിതികൾക്കെതിരെ പിടിമുറുക്കി ദേവസ്വം ബോർഡ്. ക്ഷേത്രോപദേശ സമിതികളുടെ മേൽ പിടിമുറുക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാത്ത സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അധികാര ദുർവിനിയോഗം എന്നിവ അനിയന്ത്രിതമായതോടെയാണ് ബോർഡിന് കീഴിലുള്ള 1250 ക്ഷേത്രങ്ങളിലെയും ഉപദേശ സമിതികളെ നിയന്ത്രിക്കാൻ ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് ചട്ടങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്ഷേത്ര വികസനത്തിനായുള്ള ധനസമാഹരണത്തിന് ബോർഡിന്റെ അനുമതി വേണം. കൂടാതെ കൂപ്പണുകളിൽ തുക രേഖപ്പെടുത്തണം. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ മുദ്രപത്രവും വേണം. ദേവസ്വം ബോർഡിന്റെ ലെറ്റർ പാഡും സീലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. റെക്കോർഡുകൾ കൃത്യമായി സൂക്ഷിക്കണം. ആചാരങ്ങൾ സംരക്ഷിച്ചും ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലുമുള്ളതായിരിക്കണം ഉത്സവങ്ങൾ. കൂടാതെ വാർഷിക കണക്കുകൾ ഓഡിറ്റ് നടത്തി ഏപ്രിൽ 30-നകം ബോർഡിന് നൽകണമെന്നാണ് തീരുമാനം. സ്വർണവിലയിൽ ചാഞ്ചാട്ടം. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വൻ ഇടിവ്. പവന് 1080 രൂപയാണ് കുറഞ്ഞത്. ഒരു പവന് 56,680 രൂപയിലാണ് എത്തിയത്. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയാണിത്. ശബരിമലയിൽ ഇനി ഒരാൾക്കും ദർശനം നടത്താതെ മടങ്ങേണ്ടി വരില്ല. ശബരിമല തീർത്ഥാടനത്തിന് ഒരാൾക്കും ദർശനം നടത്താതെ ഈ വർഷം തിരിച്ചു പോകേണ്ടി വരില്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. തീർത്ഥാടകർക്ക് പരമാവധി സൗകര്യമൊരുക്കുമെന്നും മഴ കാരണം ജോലികൾ തടസ്സപ്പെട്ടത് നട തുറക്കും മുൻപ് പൂർത്തിയാകുമെന്നും തീർത്ഥാടനം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ പാർക്കിങ്ങിനായി കൂടുതൽ സൗകര്യമൊരുക്കാനും ക്യൂവിൽ നിൽക്കുന്ന ഭക്തർക്ക് വെള്ളവും ബിസ്ക്കറ്റും നൽകാനും നിലയ്ക്കലിൽ 1045, പമ്പയിൽ 580, സന്നിധാനത്ത് 1005 എന്നീ നിലകളിൽ ശൗചാലയങ്ങൾ പ്രവർത്തിക്കാനും ഉത്തരവായി. 2ാം വരവ് ജീവന് ഭീഷണി. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഡെങ്കിപ്പനി പടരുകയാണ്. 10 ദിവസത്തിനിടെ 162 പേരാണ് രോഗബാധിതരായത്. കൂടാതെ 6 പേർ മരിച്ചു. ഈ വർഷം 126 പേരാണ് മരിച്ചത്. ഒരാൾക്ക് ഒന്നിലധികം തവണ ഡെങ്കി വരുന്നത് അപകടകരമാവാൻ സാധ്യതയുണ്ട്. ഡെങ്കിപ്പനി ബാധിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരിലും രോഗലക്ഷണങ്ങൾ കുറവായിരിക്കും.
ഡെങ്കി വൈറസ് പരത്തുന്ന ഈഡിസ് കൊതുകുകൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് മുട്ടയിട്ട് വളരുന്നത്. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുകയുള്ളൂ. അതിജീവിക്കാം കരുതലോടെ. ചെറിയ പനി വന്നാൽ പോലും ധാരാളം പാനീയങ്ങൾ കുടിക്കണം. ക്ഷീണം മാറാനുള്ള നിർജ്ജലീകരണം ഒഴിവാക്കാനും ഇത് സഹായിക്കും. തിളപ്പിച്ചാറ്റിയ കഞ്ഞിവെള്ളം ഏറ്റവും നല്ലത്. വിശ്രമം പ്രധാനമാണ്. 3 ദിവസത്തിലധികം നിൽക്കുന്ന പനിയോ അപായ സൂചനകളോ കണ്ടാൽ വിദഗ്ധ ചികിത്സയ്ക്ക് വൈകരുത്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. പൈനാപ്പിളിന്റെ ഗുണങ്ങൾ. നിരവധി ആരോഗ്യ ഗുണങ്ങളാലും പോഷകങ്ങളാലും സമ്പുഷ്ടമാണ് പൈനാപ്പിൾ. വിറ്റാമിൻ സി, B6, തയാമിൻ, പൊട്ടാസ്യം, ഫോളേറ്റ്, നിയാസിൻ, അയൺ പാൻറ്റോതെനിക് ആസിഡ്, പ്രോട്ടീൻ തുടങ്ങിയ വിറ്റാമിനുകളും പൈനാപ്പിളിൽ അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പൈനാപ്പിൾ നല്ലതാണ്. പൈനാപ്പിളിൽ കാലോറി കുറവും നാരുകൾ കൂടുതലുമുള്ളതിനാൽ ശരീരഭാരം കുറയ്ക്കാനും ഫലപ്രദമാണ്. വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.